ിടെ പോലീസ് ഉദ്യോഗസ്ഥനെ കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമം. കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ്ഐ മുഹമ്മദ് ഇഎമ്മിന് നേരെയാണ് ആക്രമണം നടന്നത്. ഗുരുതര പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാഞ്ചലെത്തിയപ്പോൾ ഒരു സാൻഡ്രോ ബ്ലാക്ക് കാറ് റോഡ് സൈഡിൽ ഒതുക്കിയിട്ടിട്ട് രണ്ട് പിള്ളേരെന്തോ കൈമാറുന്ന പോലെ തോന്നി. വണ്ടി പാസ് ചെയ്തപ്പോൾ വണ്ടിയുടെ ഇറക്കി കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് താക്കോൽ ഓഫ് ചെയ്യണമെന്ന് ഇറങ്ങിയ ഒരു കാര്യം ചോദിക്കാനാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഇപ്പോഴാ ഫ്രണ്ടിൽ ഇടുന്ന വേറൊരാളുണ്ടായിരുന്നു. അയാൾ എൻ്റെ ബൈക്കോടെ ഇറങ്ങുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയി. പുള്ളി ലെഫ്റ്റ് ഓടിച്ചിട്ട് ഒറ്റ എടുത്ത് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ സൈഡിലിടുന്ന എൻ്റെ കാലക്കൂടെ ആദ്യം കയറി. കാലക്കൂടെ കയറിയപ്പോൾ ഞാൻ വീണു. പിന്നെ വലത് തുടക്കൂടെ കയറി ഇങ്ങനെ ഈ ഷോൾഡർ ഈ ചെസ്റ്റിൻ്റെ ഇതിൽ കൂടെ കൈയുടെ ഇതിൽ കൂടെ കയറി ഈ കൈയുടെ ഇതിൽ കൂടെ കയറി വണ്ടി അത് കറങ്ങി ഇവിടെ ഈ ചെസ്റ്റിൻ്റെ കൂടെ കയറി കഴിഞ്ഞിട്ട് ജാമായിട്ട് എനിക്ക് കൈമാറ്റം നടത്താൻ എനിക്ക് സംശയം തോന്നിയിട്ടാണ് ഞാൻ നിർത്താൻ പറഞ്ഞത്. ഫ്രണ്ടിൽ രണ്ടുപേരും എഴുതുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജെയിൻ, എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ ഒരു ആക്രമണം? ഇവരെക്കുറിച്ച്, ഈ കാറിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അത്തരമൊരു വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കാറിൽ ഉണ്ടായിരുന്നവരുടെ ചിത്രങ്ങൾ ഒരാളുടെ ചിത്രം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ കാർ നമ്പർ കൃത്യമായി നോട്ട് ചെയ്യാനും പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു കറുത്ത സാൻഡ്രോ കാറാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കദളിക്കാട് പോലീസ് സ്റ്റേഷനിലെ SI ആണ് മുഹമ്മദ് ഇഎം. ഇദ്ദേഹം പെട്രോളിംഗ് സംഘവുമായി വരുന്നതിനിടയിൽ രണ്ട് യുവാക്കൾ കാറിൽ എന്തോ കൈമാറുന്നതായി സംശയം തോന്നി. ഇതിനെ തുടർന്ന് അവരെ വാഹനം നിർത്തുകയും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ഈ രണ്ടുപേരോട് ആവശ്യപ്പെട്ടു. ഈ സമയം ഇവർ ഇതിന് വിസമ്മതിച്ചു. ഈ ഘട്ടത്തിലാണ് വാഹനത്തിന്റെ താക്കോൽ ഊരാൻ മുഹമ്മദ് ശ്രമിക്കുന്നത്. ഈ സമയം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ വാഹനം മുന്നോട്ടെടുത്തു. ഈ സമയത്ത് മുഹമ്മദ് താഴെ വീഴുകയാണ് ഉണ്ടായത്. ഈ മുഹമ്മദിന്റെ വലത് കാലിലൂടെയാണ് ഈ വാഹനം മുന്നോട്ട് എടുത്തത്. അതിനുശേഷം വീണ്ടും റിവേഴ്സ് എടുത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദിന്റെ വലത് കാലിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. കാലിൽ 2 ഒടിവുണ്ട്. അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയാണ്. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അതോടൊപ്പം തന്നെ കഴുത്തിന്റെ ഭാഗത്തുകൂടി ഈ വാഹനത്തിന്റെ മുൻചക്രം കയറ്റി ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭാഗ്യം കൊണ്ട്, ചെറിയ വാഹനമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലഭിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ, അത് സംശയം തോന്നി പോലീസുകാർ ചിത്രീകരിച്ചതാണോ? ആ ദൃശ്യങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ആ കാറിന്റെ അല്ലെങ്കിൽ ഈ പരിശോധന നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അതിന്റെ എതിർവശത്തുണ്ടായിരുന്ന മറ്റൊരു വാഹനത്തിന്റെ ഡ്രൈവർ പകർത്തുകയാണ് ഉണ്ടായത്. ആ പകർത്തുന്നതിനിടയിൽ ഈ വാഹനം മുന്നോട്ടെടുക്കുകയും അവിടെ വെച്ച് ആ ദൃശ്യങ്ങൾ അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം. അദ്ദേഹം പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് അതിലുള്ളത്. മറ്റൊരു വാഹനത്തിൽ ഇരുന്നാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അതിനിടയിൽ ഈ വാഹനം മുന്നോട്ടെടുത്തതോടുകൂടി വാഹനം മുന്നോട്ടെടുക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അതോടുകൂടി അവിടെ വെച്ചിട്ട് ഈ റെക്കോർഡിംഗ് നിലയ്ക്കുകയാണ്. അതിനുശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ഈ കാറിൽ എത്ര പേരുണ്ടായിരുന്നു? ഇവരെ കുറിച്ച് ഇതുവരെയും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നാണോ പോലീസ് അറിയിക്കുന്നത്? കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരിൽ ഒരാൾ ഈ വാഹന പരിശോധനയ്ക്കിടയിൽ ഇത്തരത്തിൽ മുന്നോട്ടെടുത്തപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളതാണ്. അദ്ദേഹത്തെ പിടികൂടാൻ ഈ മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിലാണ് മറ്റൊരാൾ, ഈ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾ, ഈ വാഹനവുമായി കടന്നു കളഞ്ഞത്. നാഗപ്പുഴ ഭാഗത്തേക്ക് ഈ വാഹനവുമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ ഊർജിതമായ അന്വേഷണം നടത്തുന്നുണ്ട്. തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിലാണ് ഇദ്ദേഹം ചികിത്സയിലുള്ളത്. വധശ്രമത്തിനും അതോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ചെറുപ്പക്കാരാര് എന്നത് സംബന്ധിച്ച് തിരിച്ചറിയാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ജെയിൻ, ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഗുരുതരമായി പരിക്കേറ്റു എന്ന് പറയുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ? അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയില്ല. അദ്ദേഹം ജീവന് ഭീഷണിയില്ല. പക്ഷെ കാലിലാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലിലൂടെ ഈ വാഹനം കയറ്റി ഇറക്കിയിട്ടുണ്ട്. അതിനെ തുടർന്ന് വലത് കാലിൽ 2 ഇടത്തായി ഒടിവുണ്ട്. MRI സ്കാനിങ് അടക്കം നടത്തിയിരുന്നു. ഇപ്പോൾ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി അദ്ദേഹത്തെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്.
മറ്റ് ശരീരത്ത് മറ്റ് വാഹനത്തിൽ കയറി ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. ജെയിൻ, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ ഒരു യുവാവിനെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രതികളിലേക്ക് എത്താനുള്ള വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യമല്ലല്ലോ പോലീസിന്? തീർച്ചയായിട്ടും അധികം വൈകാതെ തന്നെ ഇവരെ തിരിച്ചറിയാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ ഒരാളുടെ മുഖം വ്യക്തമായി കാണാൻ കഴിയും. ഇയാളാണ് അല്ലെങ്കിൽ ആ പുറത്തു നിൽക്കുന്ന ആളാണ് ഓടി രക്ഷപ്പെട്ടത്. അയാൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒളിവിൽ കഴിയുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകാം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ കതിൽക്കാട് പോലീസ് ആ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ CCTV-കൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാഹനം പോയത് എങ്ങോട്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ വാഹനം ആരുടേതാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നുണ്ട്. ജെയിൻ, അതായത് വാഹന പരിശോധന നടക്കുമ്പോൾ ഒരു യുവാവ് കാറിനകത്തുണ്ട്, മറ്റേ യുവാവ് ഓടി രക്ഷപ്പെട്ടു എന്ന് പറയുന്ന യുവാവ് പുറത്തു നിൽക്കുകയായിരുന്നു. പരിശോധനയ്ക്കിടെ ഈ മുഹമ്മദ് എസ്ഐയുടെ ദേഹത്തൂടെ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു, ശരീരത്തിലൂടെ കയറ്റി ഇറക്കുകയായിരുന്നു അല്ലേ? ഈ വാഹന പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഈ രണ്ട് യുവാക്കളും കാറിനകത്തായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. ഈ വാഹന പരിശോധനയുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടയിലാണ് കോ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ആ താക്കോൽ ഊരാൻ ശ്രമിക്കുന്നത് വരെയുള്ള ദൃശ്യങ്ങൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്. ഈ വാഹനത്തിന്റെ പുറത്തിറങ്ങിയാൽ ഈ ഡ്രൈവർ ഈ വാഹനവുമായി കടന്നു കളഞ്ഞതിന് പിന്നാലെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ അക്രമ സംഭവം നടന്നത് എപ്പോഴാണ് ജെയിൻ? ഇന്ന് 3:30 ഈ സംഭവം നടന്നത്. കതിൽക്കാടിന് സമീപത്ത് വെച്ചിട്ടാണ് ഈ സംഭവം, വഴിയാഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഈ സമയം മുഹമ്മദും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഈ പെട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഈ പെട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്ന മുഹമ്മദിനെ ആക്രമിച്ചതിന് പിന്നാലെ ഈ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഓടി രക്ഷപ്പെട്ട ആളെ പിടികൂടാനായിട്ട് ശ്രമം നടത്തുകയായിരുന്നു. അതുകൊണ്ട് ഈ വാഹനത്തിന്റെ നമ്പർ ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. പക്ഷേ ഇതൊരു കറുത്ത സാൻഡ്രോ കാറാണ് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പോലീസിന് ആ നമ്പർ ലഭ്യമാകും എന്നാണ് കരുതുന്നത്. എന്തായാലും അവിടെയുള്ള CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വാഹനം തിരിച്ചറിയാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു.